ചോയ്സ് പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിൽ കാക്കനാടടുത്തായി പുക്കാട്ടുപടി എന്ന ജംഗ്ഷനിൽ നിന്നും വളരെ അടുത്തായി സ്ഥിതി ചെയ്യുന്നൊരു 4 ബെഡ്റൂം മനോഹരമായ വീടിൻ്റെ വിശേഷവുമായാണ് ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. 5 സെന്റ് ഒറിജിനൽ ലാൻഡിൽ 2550 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം പ്ലസ് യൂട്ടിലിറ്റി ആയിട്ടാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ നിന്ന് കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 10 കിലോമീറ്ററും രാജഗിരി ഹോസ്പിറ്റലിലേക്ക് 4.5 കിലോമീറ്ററും ബസ് സ്റ്റോപ്പിലേക്ക് വരുന്ന ദൂരം 800 മീറ്ററുമാണ്. കൊളോണിയൽ സ്റ്റൈൽ എലിവേഷനിൽ നല്ലൊരു ബോക്സി ഡിസൈനൊക്കെ കൊടുത്ത് വളരെ ഗംഭീരമായൊരു ഡിസൈൻ തന്നെയാണ് വീടിന് നൽകിയിരിക്കുന്നത്. 4 മീറ്ററോളം വീതിയുള്ള ഇന്റർലോക്ക് കട്ടകൾ വിരിച്ച വലിയ വഴി തന്നെയാണ് വീടിന് മുന്നിലായുള്ളത്. ക്ലാഡിംഗ് സ്റ്റോണൊക്കെ കൊടുത്തുകൊണ്ടുള്ള മനോഹരമായൊരു ചുറ്റുമതിൽ നമുക്കിവിടെ കാണാം. GA ട്യൂബിൽ CNC കട്ടിംഗ് ഒക്കെ കൊടുത്ത് നല്ലൊരു ഡിസൈൻ വർക്കിൽ തന്നെയാണ് മെയിൻ ഗേറ്റ് നൽകിയിരിക്കുന്നത്. മെയിൻ ഗേറ്റ് തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഈ വീടിന്റെ വിശാലമായ മുറ്റത്തേക്കാണ്. നമ്മളിപ്പോൾ കാണുന്നത് ഈ വീടിന്റെ കവേർഡ് കാർ പാർക്കിംഗ് ഏരിയയാണ്. 2 പ്രീമിയം കാറുകൾ ഒരേ സമയം നമുക്ക് ഈ വീടിന് മുന്നിൽ പാർക്ക് ചെയ്യാവുന്നതാണ്. വീടിന്റെ ഇടതുവശത്തായി ചെറിയൊരു ഗാർഡൻ ഏരിയയും നല്ലൊരു വാട്ടർ ഫൗണ്ടൻ സെറ്റ് ചെയ്തിരിക്കുന്നത് നമുക്കിവിടെ കാണാം. ഈവനിങ് ടൈമിലൊക്കെ നല്ലൊരു ആംബിയൻസ് തന്നെയാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത്. കടപ്പാക്കലുകൾ വിരിച്ചുകൊണ്ടാണ് ഇവിടെ മുറ്റം ഫിനിഷ് ചെയ്തിരിക്കുന്നത്. ചുറ്റുഭാഗത്തെല്ലാം ആവശ്യത്തിന് സ്പേസ് കൊടുത്തിരിക്കുന്നത് നമുക്കിവിടെ കാണാം. ഈ വീടിന്റെ പ്രധാനത്തിലെ സ്രോതസ് എന്ന് പറയുന്നത് കിണർവെള്ളം തന്നെയാണ്. കൃത്യമായി വാസ്തുപരമായി തന്നെയാണ് ഇത് സ്ഥാപിച്ചിരിക്കുന്നത്. 3-4 ആളുകൾക്ക് വരെ സുഖമായി ചേറിട്ടിരിക്കാവുന്നത്ര സ്പേഷ്യസ് ആക്കി തന്നെയാണ് ഇവിടെ സിറ്റ് ഔട്ട് നൽകിയിരിക്കുന്നത്. മുഴുവനായി ഗ്രാനൈറ്റിൽ തന്നെയാണ് ഇത് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. 2 പാളികളായി നൽകിയിരിക്കുന്ന മനോഹരമായി ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു മെയിൻ ഡോർ ഇവിടെ നമുക്ക് കാണാം. മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഈ വീടിന്റെ ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലേക്കാണ്. ഒരു ഡബിൾ ലൈറ്റഡ് ഏരിയ ആയിട്ടാണ് ഈ ഏരിയ നൽകിയിരിക്കുന്നത്. നല്ലൊരു ഷാൻലിയറും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മൾട്ടിവുഡിൽ ഫിനിഷ് ചെയ്തിരിക്കുന്ന ഗംഭീരമായൊരു TV യൂണിറ്റ് തന്നെ ഇവിടെ നൽകിയിട്ടുണ്ട്. L ഷേപ്പിൽ വരുന്ന വലിയൊരു കോർണർ സെറ്റ് ഇവിടെ നമുക്ക് സുഖമായി പ്ലേസ് ചെയ്യാവുന്നതാണ്. ലിവിംഗ് ഏരിയയിൽ നിന്ന് നമുക്കിനി വീടിന്റെ ഡൈനിങ് സ്പേസിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. വളരെ വലിയൊരു ഹോള് പോലെയാണ് ഈ വീടിന്റെ ഡൈനിങ് സ്പേസ് കിടക്കുന്നത്. സ്റ്റെയർവേക്ക് താഴെ ആർട്ടിഫിഷ്യൽ ഗ്രാസും പെബിൾ സ്റ്റോൺസ് ഒക്കെ നൽകിക്കൊണ്ട് ഗംഭീരമായൊരു ഡിസൈൻ തന്നെ ഇവിടെ നൽകിയിട്ടുണ്ട്. ഇൻഡോർ പ്ലാന്റ്സും മറ്റും വെക്കുന്നതിനായിട്ട് നല്ലൊരു സ്പേസ് തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. 8-10 ആളുകൾക്ക് ഇരിക്കാൻ പറ്റുന്ന വലിയൊരു ഡൈനിങ് ടേബിൾ തന്നെ നമുക്കിവിടെ സുഖമായി ഇടാവുന്നതാണ്. ഡൈനിങ് ഏരിയയിൽ നിന്നും ഒതുങ്ങി മാറി പ്രത്യേകം ഒരു സ്പേസ് കൊടുത്തുകൊണ്ടാണ് ഇവിടെ വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ആർക്കിടെക്ട് മോഡൽ ഡിസൈനിൽ തന്നെയാണ് ഇത് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. ഈ വീടിന്റെ വാഷ് കൗണ്ടറിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് എത്രമാത്രം പ്രീമിയം ഫിനിഷിംഗിലാണ് ഈ വീട് ചെയ്തിരിക്കുന്നതെന്ന്. നമുക്കിനി ഈ വീടിന്റെ കിച്ചണിലേക്കൊന്ന് കടന്നു ചെല്ലാം. ഒരു ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറും കിച്ചണിലേക്കുള്ള എൻട്രൻസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത്യാവശ്യം സ്പേഷ്യസ് ആയ ഒരു കിച്ചൺ തന്നെ ഇവിടെ നൽകിയിരിക്കുന്നത് നമുക്ക് കാണാം. ഒരു ഗ്രേ കളർ ഫിനിഷിലാണ് ഇവിടെ കിച്ചൺ കബോർഡ് നൽകിയിരിക്കുന്നത്. ഫ്രിഡ്ജ് വെക്കുന്നതിനായിട്ടൊരു ഡെഡിക്കേറ്റഡ് സ്പോട്ടും ഇവിടെ നൽകിയിട്ടുണ്ട്. താഴെയും മുകളിലുമായി ആവശ്യത്തിന് കബോർഡ് വർക്കുകളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. കൃത്യമായി വാസ്തുപരമായി തന്നെയാണ് വീടിന്റെ അടുക്കള അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കിച്ചന് പുറമെയായി ഇവിടെ ഒരു വർക്ക് ഏരിയ കൂടി ബിൽഡർ ആഡ് ഓൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു സെക്കൻഡ് കിച്ചൺ പോലെയാണ് ഇത് നൽകിയിരിക്കുന്നത്. കിച്ചൺ ഫിനിഷ് ചെയ്തിരിക്കുന്ന അതേ ഫിനിഷിങ്ങിൽ തന്നെയാണ് ഇതും നൽകിയിരിക്കുന്നത്. അടുത്തതായി നമുക്കിനി വീടിന്റെ 1ാമത്തെ ബെഡ്റൂമിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. ഏകദേശം 14 അടിയുള്ള നീളത്തിൽ വരുന്ന വളരെ വലിയൊരു ബെഡ്റൂമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. 4 പാളികൾ കൊടുത്തുകൊണ്ടുള്ള വളരെ വലിയൊരു വാർഡ്രോബും ഇവിടെ നമുക്ക് കാണാം. ഒട്ടും കൺജസ്റ്റഡ് ആവാതെ തന്നെ എത്ര വലിയ കട്ടിലും നമുക്ക് ഈ റൂമിൽ സുഖമായി ഇടാവുന്നതാണ്. ബെഡ്റൂമിന്റെ ഒരു കോർണറിലായി ഭംഗിയാക്കി തന്നെ ഇവിടെ ഒരു മിററും സെറ്റ് ചെയ്തിട്ടുണ്ട്. വളരെ സ്റ്റാൻഡേർഡായി തന്നെ നല്ലൊരു സീലിംഗ് വർക്കും ഈ ബെഡ്റൂമിൽ കൊടുത്തിട്ടുണ്ട്. സ്പേഷ്യസ് ആയ ഒരു ബാത്റൂം തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. പ്രീമിയം ഫിറ്റിംഗ്സ് തന്നെയാണ് ഇവിടെ മുഴുവനായി യൂസ് ചെയ്തിരിക്കുന്നത്. അടുത്തതായി നമുക്കിനി ഈ വീട്ടിലെ 2ാമത്തെ ബെഡ്റൂമിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. ഏകദേശം 11 അടി നീളവും 10 അടി വീതിയുമാണ് ഈ ബെഡ്റൂമിന് വരുന്നത്. ബെഡ്റൂമിന്റെ ഒരു കോർണറിലായി സ്റ്റഡി ടേബിളൊക്കെ നൽകിയിട്ടുണ്ട്. 4 പാളികളുള്ള ഒരു വാർഡ്രോബ് ഈ റൂമിലും കൊടുത്തിട്ടുണ്ട്. മനോഹരമായൊരു പ്ലെയിൻ സീലിംഗ് വർക്ക് ഈ ബെഡ്റൂമിൽ നമുക്ക് കാണാം. ഇനി നമുക്ക് ഈ റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം ഒന്ന് കണ്ടു നോക്കാം.
ഈ വീട്ടിലെ ഗ്രൗണ്ട് ഫ്ലോറിലെ വിശേഷങ്ങൾ ഏകദേശം നമ്മൾ പൂർത്തിയാക്കി കഴിഞ്ഞു. നമുക്കിനി ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് ഒന്ന് പോയി നോക്കാം. കോൺക്രീറ്റ് സ്റ്റെപ്പിൽ വുഡൻ ഫിനിഷ് നൽകിക്കൊണ്ടാണ് ഇവിടെ സ്റ്റെയർ നിർമ്മിച്ചിരിക്കുന്നത്. ടഫൻ ഗ്ലാസും വുഡൻ ടോപ്പ് കൊടുത്തും ഹാൻഡ് റെയിലും ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി ചെല്ലുമ്പോൾ ആദ്യം കാണുന്നത് ഡബിൾ ഹൈറ്റഡ് ഏരിയയിൽ നൽകിയിരിക്കുന്ന ഷാൻലിയറിൻ്റെ മനോഹരമായ ഭംഗിയാണ്. വളരെ വലിയൊരു അപ്പർ ലിവിംഗ് ഏരിയ തന്നെ ഈ വീടിൻ്റെ ഒന്നാം നിലയിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. ലൂവർ പാനൽസൊക്കെ ബാക്ക്ഗ്രൗണ്ടായി നൽകി മൾട്ടിവുഡിൽ ഫിനിഷ് ചെയ്തിരിക്കുന്ന ഗംഭീര ഒരു TV യൂണിറ്റ് തന്നെ ഈ വീടിൻ്റെ അപ്പർ ലിവിംഗ് ഏരിയയിൽ നമുക്ക് കാണാം. കൂടാതെ തന്നെ ഇവിടെ ഒരു കുഷ്യൻ വർക്കൊക്കെ ബിൽഡർ നൽകിയിട്ടുണ്ട്. യൂട്ടിലിറ്റി ഏരിയയോ ഒരു സ്റ്റഡി ഏരിയയോ അല്ലെങ്കിൽ ഒരു വർക്ക് സ്പേസോ ഒക്കെ കൺവേർട്ട് ചെയ്യാവുന്ന ഒരു ഏരിയയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്ന രീതിയിൽ ഒരു മൾട്ടിപർപ്പസ് റൂമാക്കി തന്നെയാണ് ഈ റൂം നൽകിയിരിക്കുന്നത്. വാഷിംഗ് മെഷീൻ വെക്കുന്നതിനായിട്ടുള്ള പോയിന്റും ഇവിടെ നൽകിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വീട്ടിലെ മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. താഴത്തെ നിലയിൽ കണ്ടതുപോലെ തന്നെ വളരെ വലിയൊരു ബെഡ്റൂം തന്നെയാണ് ഇവിടെയും നൽകിയിരിക്കുന്നത്. ഏകദേശം 14 അടിയോളം നീളം തന്നെയാണ് ഈ ബെഡ്റൂമിനും വരുന്നത്. ഈ വീടിന്റെ വിൻഡോസിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇത് നമുക്ക് 2 സൈഡിലേക്കായി തുറന്നിടാവുന്നതാണ്. 5 പാളികൾ നൽകിക്കൊണ്ടുള്ള വളരെ വലിയൊരു വാർഡ്രോബ് തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. വാർഡ്രോബിന്റെ കൂടെ തന്നെ ഇവിടെ ബേ വിൻഡോയും ചെയ്തിട്ടുണ്ട്. ഗ്രേ ആൻഡ് വുഡൻ കളർ ഫിനിഷിലാണ് ഇവിടെ വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്. വളരെ സ്പേഷ്യസ് ആയ ഒരു ബാത്റൂം തന്നെ ഈ ബെഡ്റൂമിൽ നൽകിയിട്ടുണ്ട്. നമുക്കിനി വീട്ടിലെ നാലാമത്തെയും അവസാനത്തെയും ബെഡ്റൂമിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. ഏകദേശം 12 അടിയോളം നീളം വരുന്ന വലിയൊരു ബെഡ്റൂം തന്നെയാണ് ഇവിടെയും നൽകിയിരിക്കുന്നത്. 3 പാളികളുള്ള വലിയൊരു വാർഡ്രോബും അതിനോട് കൂടെ തന്നെയായി ബേ വിൻഡോയും അറ്റാച്ച് ചെയ്തുകൊണ്ടാണ് ഇവിടെ വാർഡ്രോബ് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. മനോഹരമായൊരു പ്ലെയിൻ സീലിംഗ് വർക്കും ഈ ബെഡ്റൂമിൽ കൊടുത്തിട്ടുണ്ട്. നമുക്കിനി റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം ഒന്ന് കണ്ടു നോക്കാം. നമ്മളിനി കടന്നു ചെല്ലുന്നത് ഈ വീട്ടിലെ അവസാന ഭാഗമായ ബാൽക്കണിയിലേക്കാണ്. അല്പം നീളമേറിയൊരു ബാൽക്കണിയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ടഫൺ ഗ്ലാസ് ഇട്ട് സ്റ്റെയിൻലെസ് സ്റ്റീൽ ടോപ്പ് കൊടുത്തുകൊണ്ടാണ് ഇവിടെ ഹാൻഡ് റെയിൽ ഫിനിഷ് ചെയ്തിരിക്കുന്നത്. മനോഹരമായ ഒരു ക്ലാഡിംഗ് സ്റ്റോൺ വർക്കൊക്കെ കൊടുത്താണ് ഇവിടെ ബാൽക്കണി ഫിനിഷ് ചെയ്തിരിക്കുന്നത്. ഈ വീടുമായി ബന്ധപ്പെട്ട എല്ലാവിധ വിശേഷങ്ങളും ഏകദേശം നമ്മൾ പൂർത്തിയാക്കി കഴിഞ്ഞു. നമുക്കിനി അറിയേണ്ടത് ഈ വീടിന്റെ വിലയെ പറ്റിയാണ്. 5 സെന്റ് ഒറിജിനൽ ലാൻഡിൽ 2550 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം പ്ലസ് യൂട്ടിലിറ്റി ആയിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഈ വീടിന് ബിൽഡർ ചോദിക്കുന്ന വില 99 ലക്ഷം രൂപയാണ്. വില തീർച്ചയായും നെഗോഷ്യബിൾ ആണ്. കൂടാതെ ലോണും അവൈലബിൾ ആണ്. ഈ വീടാണെങ്കിലും നേരിൽ കാണാൻ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ചോയ്സ് പ്രോപ്പർട്ടീസുമായി ബന്ധപ്പെടേണ്ടതാണ്. വീഡിയോ ഇഷ്ടമായാൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു ദിവസം പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ തൽക്കാലം ഞങ്ങൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.